ഒരു 6 മാസം മുമ്പ് ഞങ്ങളൊരു കാർ പോർച്ചിൻ്റെ വർക്ക് ചെയ്തു ഒരു സ്ഥലത്ത്. അവിടെ റൂഫിങ്ങും ഉണ്ടായിരുന്നു, കാർ പോർച്ചും ഉണ്ടായിരുന്നു. എസ്പെഷ്യലി റൂഫിങ്ങിൻ്റെയൊക്കെ ആ സമയത്ത് ഞങ്ങൾക്ക് ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കാർ പോർച്ചിൻ്റെ ചെയ്തത്. പക്ഷേ കാർ പോർച്ചിൻ്റെ വീഡിയോ എനിക്ക് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് സമയത്ത് പറ്റിയില്ല. അതിൻ്റെ ഏകദേശം ഒരു 95% നമ്മൾ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. അതിനുശേഷം പിന്നീട് ഒരു അവസരത്തിൽ വന്നപ്പോഴാണ് ഷീറ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കൂടെ എടുത്തു വെച്ചിരുന്നു. പക്ഷേ എനിക്ക് എന്നാലും ഒരു കംപ്ലീഷൻ ഒരു സെഗ്മെൻറ്റ് വരാഞ്ഞുകൊണ്ട് തന്നെ എനിക്കത് പോസ്റ്റ് ചെയ്യാനായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല. എന്നാൽ അത് കുറച്ച് നാൾ ഈ 6 മാസത്തിന് ശേഷം വീണ്ടും ആ സൈറ്റിലേക്ക് ഞാൻ വരികയും ഞാൻ അങ്ങനെ സൈറ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്ത വർക്കിൻ്റെ സൈറ്റൊക്കെ പോയി നോക്കും, എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചില സമയപരിധികൾക്ക് ഇടവിട്ട് ഞാൻ പോയി നോക്കാറുണ്ട്. അത് ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വീണ്ടും വന്നപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ അന്നത്തെ റൂഫിങ്ങിന് വർക്ക് ചെയ്തപ്പോഴത്തേക്കിന് വൈറ്റ് കളർ പെയിൻ്റ് ആയിരുന്നു നമ്മളന്ന് അടിച്ചിരുന്നത്, വൈറ്റ് കളർ പെയിൻറ്റ്. പക്ഷേ വൈറ്റ് കളർ പെയിൻറ്റ് ഒരിക്കലും ഔട്ട്സൈഡിൽ അപ്പോൾ പറഞ്ഞ പോലെ ഇൻറ്റീരിയറിലല്ല എക്സ്റ്റീരിയർ എവിടെയെങ്കിലും ഒരു ടൈപ്പിൽ ഒരു സ്ട്രെച്ചർ ഫ്രെയിം വർക്കിൽ നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് അടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിളായിട്ടുള്ള കാര്യമില്ല. പോസിബിൾ എന്ന് പറഞ്ഞാൽ അടിക്കാൻ പറ്റും, പക്ഷേ ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞ കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അതിൽ 2-3 കാര്യങ്ങളുള്ളത്. ഒന്ന്, പായല് പിടിക്കും, കറുത്ത് വല്ലാതെ പുള്ളി പോലെ പാടുകളൊക്കെ വന്നിരിക്കും. നമുക്ക് വല്ലാതെ ഒരു ഇറിറ്റേഷൻ തോന്നും. കാര്യം ക്ലൈമറ്റ്, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു വൈറ്റ് നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള പ്രതലത്തിലേക്ക് പെട്ടെന്ന് അഴുക്ക് കയറി പിടിക്കുക, പായലെ പൂപ്പിലൊക്കെ പിടിക്കുക എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് പെയിൻറ്റിങ് അടിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇനി അല്ലാതെ എന്തെങ്കിലും ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിക്കുന്നതാണോ എന്നുള്ള കാര്യം തീർത്തും വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും വൈറ്റ് കളർ നമ്മൾ ഒരിക്കലും എക്സ്റ്റീരിയർ വർക്കിന് റെഫർ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കുറച്ച് കഴിയുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങളന്ന് വൈറ്റ് കളർ പെയിൻ്റ് ആയിരുന്നു അടിച്ചിരുന്നത്. വൈറ്റ് കളർ പെയിൻറ്റ് മുഴുവൻ കറുത്ത് വല്ലാണ്ട് ഡാർക്ക് മോഡിലിരിക്കും. നമുക്ക് ഒരിക്കലും നമ്മൾ ചെയ്തിട്ട് പോയൊരു വർക്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലാണെന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു വർക്ക് കുറച്ച് നാൾ, ഒരു വർഷം പോലും ആകുന്നതിന് മുമ്പ് തന്നെ ആ വർക്ക് ഭംഗിയില്ലാത്ത രീതിയിലേക്ക് അത് മാറിപ്പോവുക അല്ലെങ്കിൽ അത് വൃത്തികേടായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് സഹിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മളത്രയും അധ്വാനിച്ചാണ്, നമ്മളത്രയും ബുദ്ധിമുട്ടിയതാണ്, അവരത്രയും പണം മുടക്കുകയൊക്കെ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊന്ന് റീമോഡിഫിക്കേഷൻ ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിലേക്ക് വീണ്ടും വരികയും അതോടൊപ്പം പുതിയൊരു കാർ ഷെഡും കൂടെ, ഒരു എക്സ്റ്റെൻഡ് ചെയ്തൊരു കാർ ഷെഡും കൂടെ പണിയണം എന്നോട് പറഞ്ഞു. ഒരു പുതിയൊരു കാർ എടുത്തായിരുന്നു. ആ കാറിൻ്റെ മുകളിലാണ് ഈ മൊബൈൽ കൊണ്ടുവച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്യാമറ കൊണ്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ കാർ കാണാൻ പറ്റുന്നത്. കാർ നിങ്ങൾ കാണിച്ചു തരാം. പക്ഷേ ആ എക്സ്റ്റൻഷൻ വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ പെയിൻറ്റിങ് മുഴുവൻ ഒന്ന് മാറ്റി അടിപൊളി ഒരു പെയിൻറ്റിങ് ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതും വലിയ കുഴപ്പമില്ലാതെ ലാസ്റ്റ് ചെയ്യുമെന്ന്. മറ്റ് ആ വൈറ്റിനെക്കാട്ടി എന്തുകൊണ്ടും ഇത് നല്ല രീതിയിൽ അത് ലാസ്റ്റിംഗ് ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ സജഷൻ ചെയ്തത്. നിങ്ങൾ കാണിച്ചു തരാം അത് ഏത് കളറാണെന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഇനി പിന്നെ ഒരു ഇൻഫർമേഷൻ കൂടെ ഞാൻ പറയുകയാണ്. ഇനി നിങ്ങൾ വൈറ്റ് പെയിൻ്റ് ആണ് അടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിൽ എത്ര ആഗ്രഹമാണ്, ലാസ്റ്റിങ് കുറവാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചാൽ മതി എന്നൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മുഴുവൻ സ്ട്രെച്ചർ വർക്കുകൾ ചെയ്യുമ്പം എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പെയിൻറ്റിങ്ങാണ് എപ്പോക്സി എന്ന് പറഞ്ഞൊരു പെയിൻറ്റിങ്. അത് പ്രോപ്പർ എപ്പോക്സി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5-6 ബ്രാൻഡിലുള്ള എപ്പോക്സിയുടെ പെയിൻറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ശരിക്കും എപ്പോക്സി ശരിക്കും മറൈൻ പെയിൻ്റാണ്. മറൈൻ, അതായത് ഷിപ്പിനൊക്കെ അടിക്കുന്ന പെയിൻറ്റിൻ്റെ ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. അതൊക്കെ വേറെയാണ്. ഷിപ്പിനടിക്കുന്ന ക്വാളിറ്റിയുള്ള എപ്പോക്സിയൊക്കെ വേറെയാണ്. ഇതിപ്പോൾ ലോക്കൽ സാധനങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷെ നമ്മളത് ഭയങ്കര എന്താണ് ഹൈഫൈ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അടിപൊളിയാണ്, തുരുമ്പ് പിടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മളൊക്കെ അങ്ങ് അടിക്കും. പക്ഷേ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിന് ആ ജോയിൻ്റെ അവിടെയൊക്കെ തുരുമ്പ് വരുന്നത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്കത് കാണാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം, എപ്പോക്സിയുടെ ബേസ് കോട്ട് അടിക്കുക. എപ്പോക്സിയുടെ ബേസ് കോട്ട് അടിച്ചിട്ട് നിങ്ങൾ മുകളിൽ പെയിൻറ്റ് അടിച്ചില്ല എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ പൗഡർ പൊടിയുന്നത് പോലെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തൂത്ത് നോക്കാമെങ്കിൽ പൗഡർ പൊടിയുന്ന പോലെ നമുക്കിതിലിങ്ങനെ കയ്യിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കാണാൻ പറ്റും. അത് വലിയൊരു ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. പലർക്കും അത് പിന്നെ പറയാൻ പറ്റത്തില്ല. ചിലപ്പം ക്ലൈമറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നീട് ഈ വർക്ക് ചെയ്യുന്നവരെയൊന്നും വിളിച്ചിട്ട് പിന്നെ ഇതൊന്നും ആരും ഡാമേജ് കംപ്ലയിൻറ്റ് പറയാൻ നിൽക്കത്തില്ല. അവർ പെയിൻറ്റ് മേടിച്ചുകൊണ്ട് വരുന്നതും പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതും പെയിൻറ്റ് അടിക്കുന്നതും ഒക്കെ ക്ലയൻറ്റ് ലൈവായിട്ട് കണ്ടതായതുകൊണ്ട് അവർ അതിനകത്ത് ഫോൾട്ട് ചെയ്യുന്നതൊന്നും അവർക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആരും ആ കാര്യത്തെപ്പറ്റി പിന്നീട് ബോധഡാകാൻ പോകാറില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ഈ എപ്പോക്സിയുടെ പ്രൈമർ അടിച്ചതിന് ശേഷം ഓട്ടോമോട്ടീവിൻ്റെ പെയിൻറ്റ്, അത് വണ്ടി പെയിൻറ്റ്, വണ്ടിക്കൊക്കെ അടിക്കുന്ന ഫിനിഷിങ്ങുള്ള ഓട്ടോമോട്ടീവ്, എന്തോ അതിന് വേറൊരു പേര് പറയും കേട്ടോ, എന്തോ ഫിനോമിനൽ അങ്ങനെയായിട്ടൊരു പേരുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ എനിക്ക് നിൽക്കുന്നില്ല. ആ പെയിൻറ്റ് മേടിച്ച് അടിക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ഓർമ്മയിൽ നിൽക്കാത്തതിൻ്റെ കാര്യം ഞാനത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ്. കാര്യം അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്പ്രേ പെയിൻറ്റ് അല്ലാതെ മറ്റൊന്നും ചെയ്യാം. നമുക്ക് ബ്രഷേലോ
റോളർ ബ്രഷിലൊന്നും ഓട്ടോമോട്ടീവിൻ്റെ പെയിൻറ്റ്, അതായത് വണ്ടിക്ക് അടിക്കുന്ന പെയിൻ്റ് ഒന്നും നമുക്ക് അടിക്കാനായിട്ട് പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ കഴിയാറില്ല. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, എപ്പോക്സിയുടെ ബേസ് കോട്ട് അടിച്ചിട്ട് മുകളിൽ സാധാ നോർമൽ ഇനാമൽ ഇഷ്ടമുള്ള കളർ മേടിച്ച് അടിച്ചാൽ കുറച്ചും കൂടെ ലാസ്റ്റിങ് നിൽക്കും. ഗ്ലോസി കളർ, ഗ്ലോസി മേടിക്കുക, ഗ്ലോസി അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് കളറൊക്കെ മേടിച്ച് അടിച്ചാൽ പിന്നെ കുറച്ചും കൂടെ ലാസ്റ്റിക്ക് നിൽക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. അല്ലെങ്കിൽ ഇനിയുള്ള വർക്കുകളിലെങ്കിലും നിങ്ങൾ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലാത്ത പക്ഷം ഇനി വൈറ്റ് കളറാണ് നിങ്ങൾക്ക് പെയിൻറ്റ് അടിക്കേണ്ടതെങ്കിൽ, വൈറ്റ് കളർ എനിക്ക് അടിക്കണം, അത് കുറച്ച് നാൾ ലാസ്റ്റിങ് കിട്ടിയില്ല, ഉള്ളതിലും കുഴപ്പമില്ല, എനിക്ക് വൈറ്റ് കളർ അടിക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റ് അടിക്കാം? വൈറ്റ് കളർ അടിക്കുമ്പോൾ ഇപ്പോഴും നമ്മളതിൻ്റെ ബേസിസ് ചിന്തിക്കുന്നത് എപ്പോക്സി പ്രൈമർ എന്നുള്ള നിലയിലായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളത് അവോയ്ഡ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ആ കമ്പനിക്കാരുടെ വിരോധം ഉണ്ടായിട്ട് പറയുന്നില്ല. എപ്പോക്സിയുടെ കളർ, എപ്പോക്സിയുടെ ബേസ് കോട്ട് പ്രൈമർ ഗ്രേ കളർ, അത് അവോയ്ഡ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് എന്ത് സെലക്ട് ചെയ്യാം? തീർച്ചയായിട്ടും മെറ്റൽ പ്രൈമർ, റെഡ് ഓക്സൈഡ് മെറ്റൽ പ്രൈമർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. റെഡ് ഓക്സൈഡ് പ്രൈമർ, ഓക്കെ, അത് അറിയാമായിരിക്കും. ഓയിൽ പ്രൈമറോ അല്ലെങ്കിൽ റെഡ് ഓക്സൈഡ് മെറ്റൽ പ്രൈമറോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് വൃത്തിക്ക് നല്ല രീതിയിൽ ഒരു കോട്ട് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക, അങ്ങോട്ട് മെറ്റലിലോട്ട്. ഓക്കെ, നിങ്ങളുടെ സ്ട്രെച്ചർ വർക്കിലേക്ക് ഒരു കോട്ട് അടിക്കും. ഇപ്പോൾ എനിക്ക് ഇവിടെ കാണിക്കുക, ഞാനിപ്പോൾ ചെയ്ത വർക്കിൽ മെറ്റൽ പ്രൈമർ അല്ല അടിച്ചിരിക്കുന്നത്, കാര്യം വൈറ്റ് കളർ അല്ല അടിക്കുന്നത്, മറ്റൊരു കളർ ആയതുകൊണ്ട് എനിക്ക് അതിന് ആവശ്യമായിട്ട് വന്നത് സിങ്ക്രോമേറ്റ് യെല്ലോ കളർ പെയിൻ്റാണ് ഞാൻ പ്രൈമറായിട്ട് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഇപ്പം സാമ്പിൾ കാണിക്കാനായിട്ട് റെഡ് ഓക്സൈഡ് ഇല്ല. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുപക്ഷെ അറിയാം. കടകളിൽ ചെന്നാൽ വലിയ വിലയില്ലാതെ തന്നെ നമുക്കത് മേടിക്കാനും കഴിയും എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാതിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കാണിക്കാതിരിക്കുന്നത്. കാര്യം എൻ്റെ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ വൈറ്റ് പെയിൻറ്റ് അടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിങ്ക്രോമേറ്റില്ല റെഡ് ഓക്സൈഡ് പ്രൈമർ മേടിക്കുക. നല്ല രീതിയിൽ ഒരു കോട്ട് പെയിൻറ്റ് അതിൽ പ്രൈമർ കോട്ട് ചെയ്യുക. കോട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസമെങ്കിലും വെയിറ്റ് ചെയ്യുക എന്നുള്ളത് കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പെയിൻറ്റ് അടിച്ച് ചെയ്യുമ്പോൾ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് ആ സ്ട്രെച്ചറിൽ ആ പ്രൈമർ ഉണങ്ങാനുള്ള സാവകാശം നിങ്ങൾ കൊടുക്കണം. ഒരിക്കലും വെപ്രാളപ്പെട്ട് ധൃതി പിടിച്ച് മെറ്റൽ പ്രൈമർ അടിച്ചതിന് ശേഷം അതിന് മുകളിൽ വൈറ്റ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യം എന്താണെന്നുള്ള കാര്യം നിങ്ങൾ അന്നേരം അനുഭവിക്കും, ഉറപ്പാണ്. ദൂഷ്യഫലം വേറൊന്നുമല്ല, വൈറ്റും ആ റെഡും കൂടെ കയറി മിക്സ് ആയിട്ട് അത് വല്ലാത്തൊരു കളറിലേക്ക് അത് മാറും. അതിൻ്റെ കളർ എന്താ, അത് ഏത് കൂട്ടാണെന്ന് പോലും പറയാൻ കഴിയത്തില്ല, ആ രീതിയിലേക്ക് അത് മാറും. അതുകൊണ്ട് നിങ്ങളത് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബേസ് പ്രൈമർ അടിച്ച് ഒരു ദിവസമെങ്കിലും, ഈ ഒരു 24 hours നല്ല കാലാവസ്ഥയുള്ള സമയം, നല്ല വെയിലൊക്കെയുള്ള സമയമാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ഉണങ്ങാൻ വെച്ചതിന് ശേഷം അടുത്ത ദിവസം വന്നിട്ട് വൈറ്റ് കളർ നല്ല രീതിയിൽ 2 കോട്ട്, ഒറ്റ കോട്ടല്ല സിംഗിൾ കോട്ടല്ല, ഒരിക്കലും വൈറ്റ് കളർ ഒരു പെയിൻറ്റ് ഒരു പ്രൈമറിൻ്റെ മണ്ടയ്ക്കും കവറാകത്തില്ല. 2 കോട്ടെങ്കിലും നിങ്ങൾ അതിന് മുകളിൽ അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. 2 കോട്ട് കവർ ചെയ്ത് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല രസം. ഈ ഷർട്ടിൻ്റെ ഈ വൈറ്റ് കളർ പോലെ, നല്ല വൈറ്റ് അല്ലേ, കുഴപ്പമില്ലാത്ത വൈറ്റാ, ആ കളർ പോലെ നല്ല കളറിലിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്രീം വൈറ്റ് ആണ് അടിച്ചാൽ പോലും അതും അത്ര മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ സ്ട്രെച്ചറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും എപ്പോക്സി പ്രൈമറിൻ്റെ മുകളിൽ നിങ്ങൾ വൈറ്റ് കളർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കേണ്ട. എപ്പോക്സിയുടെ തന്നെ വൈറ്റ് കിട്ടും. വൈറ്റ് കിട്ടുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതെന്തായാലും ഒരു 1 yearനുള്ളിൽ അത് ഡാമേജ്, അത് കാണാൻ ഭംഗിയില്ലാത്ത രീതിയിലേക്കൊക്കെ ആ വൈറ്റ് കളർ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എപ്പോക്സിയുടെ തന്നെ വൈറ്റ് കളർ മേടിക്കാൻ പോയാൽ അത്രയും ഹ്യൂജായിട്ടുള്ളൊരു എമൗണ്ടാണ് നമ്മൾ പ്രൈമറിന് മുടക്കുന്നത്. അതിനെക്കാട്ടി ഹ്യൂജായിട്ടുള്ള എമൗണ്ട് മുടക്കി വേണം നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് മേടിക്കാൻ. അപ്പം മൊത്തത്തിൽ പെയിൻറ്റിങ്ങിനുള്ള ബഡ്ജറ്റ് നല്ല രീതിയിലേക്ക് കൂടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് സാധാ മെറ്റൽ പ്രൈമറും സാധാ വൈറ്റ് കളർ പെയിൻറ്റും മേടിച്ച് അടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ബേസിക്കലി മറന്നു പോകാതിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ശ്രദ്ധയോടെ നിങ്ങളുടെ ഒരു അടുത്തൊരു വർക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം കൊണ്ടുള്ള അഭിപ്രായമാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുന്നത്. മറ്റാർക്കെങ്കിലും ചിലപ്പം വേറെ ഏതെങ്കിലും ഒപ്പീനിയനോ അല്ലെങ്കിൽ വേറെ സജഷനോ ഒക്കെ കാണുമായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതാണ് യോഗ്യമെന്ന് തോന്നുന്നത്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവത്തിന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സെഗ്മെൻറ്റ് തന്നെ മാറ്റി ചിന്തിച്ച് മറ്റൊരു കളറിലേക്ക് പോലും അത് മാറ്റിയിരിക്കുകയാണ്. അത് കാർ ഷെഡ് ചെയ്ത വർക്ക് ഞാൻ അന്ന് സേവ് ചെയ്തിട്ടിരുന്ന വർക്കാണ്. അതുമുതൽ ആണ് നിങ്ങൾ ഈ കുറച്ച് നേരമായിട്ട് കണ്ടുകൊണ്ട് വരുന്നത്. അത് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പം ചെയ്യാൻ പോകുന്നത്, ഇനിയിപ്പം നമുക്ക് ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഞാൻ ഇന്നിപ്പം പറഞ്ഞ പോലെ തന്നെ പെയിൻ്റ് എല്ലാം അടിച്ച് എല്ലാം ഉണങ്ങാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇത് അടുത്ത സെഗ്മെൻറ്റിൽ, അതായത് അടുത്ത ദിവസം നിങ്ങൾ വീഡിയോയ്ക്കകത്ത് ഫുള്ളായിട്ട് ഒറ്റ എപ്പിസോഡിലായിരിക്കും കാണുന്നത്. പക്ഷേ ഇത് ഞങ്ങളെ സംബന്ധിച്ച് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ നാളെ ഉള്ള ആ ഷീറ്റ് അതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള കുറച്ച് വർക്കും കൂടെയൊക്കെ ഉണ്ട്, അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയുള്ള വാല്യുബിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇനി വന്നുകൊണ്ടിരിക്കും. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക.